നമസ്കാരം. NCTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് UDFന്റെ മാർച്ച്. പാലിക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തൽ പ്രായോഗികമല്ലെന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടി വരന്തരപ്പള്ളി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ്. ലക്ഷങ്ങൾ ചിലവഴിച്ചു നിർമ്മിച്ച പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം കാടുകയറി നാശത്തിന്റെ വക്കിൽ. ചാലക്കുടി പേരാമ്പ്രയിലെ KMC യാർഡിൽ തീപിടുത്തം. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി നിർമ്മിച്ച മെറ്റീരിയൽ യാർഡിലുണ്ടായിരുന്ന ടാങ്കിനാണ് തീപിടിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് കുതിപ്പ്. പവന് 2160 രൂപ വർദ്ധിച്ച് 68,480 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് UDF പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CM മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷനായി. DCC സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, അലക്സ് ചുക്കിരി, അബ്ദുട്ടി ഹാജി, EM ഉമ്മർ, കാർത്തികേയൻ, EA ഓമന, ഡേവിസ് അക്കര, പോൾസൺ എന്നിവർ പ്രസംഗിച്ചു. ഫോറസ്റ്റ് ഓഫീസുകൾക്ക് മുമ്പിലേക്ക് ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധവുമായി കടന്നു വരേണ്ട സാഹചര്യം ഈ വരന്തരപ്പള്ളിയിൽ ഏറെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നിലേറെ തവണ വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയായ പ്രദേശമാണ് ഈ മേഖല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വനമേഖലയിലെ മനുഷ്യ ജീവിതം ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ ഫോറസ്റ്റ് ഓഫീസുകളെയും അതിന്റെ മുന്നിൽ UDFന്റെ നേതൃത്വത്തിൽ ധർണ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി പുതുക്കാട് നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പാലപ്പള്ളി റേഞ്ച് ഓഫീസിൽ ധർണ നടക്കുന്നത്. ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും ബഹുമാന്യനായ ഒരു വേണ്ടത്ര പ്രഷർ ഗവൺമെന്റിന് നേരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ചെല്ലുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാൾ പോയാലും, രണ്ടാൾ പോയാലും, അഞ്ചാൾ പോയാലും പല നിലക്കുമുള്ള അക്രമങ്ങളും അനീതികളും ഒക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വന്യമൃഗങ്ങളും കൂടി ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കുന്നതിന് ഒരു അറുതി വരുത്തണം. വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് UDF വെള്ളിക്കുളങ്ങര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. UDF കൺവീനർ സോമൻ മുത്രത്തിക്കര അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, KJ ജോജു, MK രാജേഷ് കുമാർ, ഷാഫി കല്ലുപറമ്പിൽ, രാജു തളിയപ്പറമ്പിൽ, സിജോ എടപ്പള്ളി, TD വാസുദേവൻ, M ശ്രീകുമാർ, രാമൻകുട്ടി, മോളി തോമസ്, അമ്പിളി ഹരി, വർഗീസ് തെക്കേത്തല, ആലി കിളിയമണ്ണിൽ എന്നിവർ പ്രസംഗിച്ചു. രഞ്ജിത്ത് കൈപ്പിള്ളി, ഷാജു പൂക്കോടൻ, KA ഹനീഫ, സിജിൽ ചന്ദ്രൻ, സായുജ് സുരേന്ദ്രൻ, ഉല്ലാസ് ബാബു, രാജൻ രാപ്പാൾ, ബിജു മുദ്രത്തിക്കര, ജോയ് വല്ലച്ചിറക്കാരൻ, MA അനീഷ് കുമാർ, തോമസ് കാവുങ്ങൽ, തങ്കമണി മോഹനൻ, കുട്ടൻ പുളിക്കലാൻ, നൈജു ആൻഡോ, ലിനോ മൈക്കിൾ, ജിജു കീറ്റിക്കൽ എന്നിവർ നേതൃത്വം നൽകി. വന്യമൃഗങ്ങളെ അവരുടെ ആവാസ വ്യവസ്ഥ അനുയോജ്യമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. അതിനേക്കാൾ ദുഃഖകരമായ ആനയുടെയും അതുപോലെയുള്ള വലിയ വന്യമൃഗങ്ങളുടെയും അക്രമത്തിൽ പാലിക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തൽ പ്രായോഗികമല്ലെന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ അറിയിച്ചു. വ്യക്തമായ കരാറിലൂടെയാണ് നിർമ്മാണവും പരിശീലനവും കൈമാറ്റവും ടോൾ കമ്പനി നടത്തുന്നത്. 2028 വരെ ടോൾ പിരിക്കാൻ പാലിയക്കരയിലെ GIPL കമ്പനിക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. നിർമ്മാണ ചെലവ് മാത്രം പരിശോധിച്ച് കരാർ കമ്പനി മുതൽ മുടക്ക് തിരിച്ചുപിടിച്ചെന്ന് കണക്കാക്കാനാകില്ല. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയ്ക്ക് 723.15 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. അറ്റകുറ്റപ്പണികൾക്ക് 201.81 കോടി.
ടോൾ റോഡ് പ്രവർത്തന ചെലവ് ഇനത്തിൽ 225.70 കോടി, മൂലധന പലിശ മറ്റു ധനകാര്യ ചാർജുകളും സഹിതം 678.55 കോടി രൂപ എന്നിങ്ങനെയും ചെലവുകളുണ്ട്. ടോൾ കരാർ കമ്പനി നെഗറ്റീവ് ഗ്രാന്റ് ഇനത്തിൽ കേന്ദ്ര സർക്കാരിന് 215 കോടി രൂപ നൽകണം. 2025 ഫെബ്രുവരി വരെയുള്ള കണക്കിൽ ആകെ 2044.21 കോടി രൂപ കമ്പനിക്ക് ചെലവ് വരുമെന്നാണ് അതോറിറ്റി നൽകിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ടോൾ പിരിവ് കുറഞ്ഞാൽ നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയില്ല. ടോൾ പിരിവ് കാലാവധി വരെ പരിപാലനം കരാർ കമ്പനി നടത്തുകയും വേണം. ഈ കമ്പനിക്കും NHAIയോ കേന്ദ്ര സർക്കാരോ ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ലെന്നും NHAI ഹൈക്കോടതിയെ അറിയിച്ചു. അതേസമയം 1535 കോടി രൂപ 2025 ഫെബ്രുവരി വരെ ടോൾ കരാർ കമ്പനി പിരിച്ചെടുത്തതായി വിവരാവകാശ രേഖ കഴിഞ്ഞ മാസം പുറത്തുവന്നിരുന്നു. അതേസമയം കരാർ ലംഘനങ്ങളും പേരിൽ മാത്രം 2245 കോടി രൂപ പിഴ ചുമത്തിയ കമ്പനിയെ ടോൾ പിരിക്കാൻ അനുവദിക്കുന്നതിനെ കുറിച്ച് NHAI നിലപാട് വ്യക്തമാക്കുന്നില്ലെന്ന് ഹർജിക്കാരനായ ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആകുന്ന ഇക്കാലത്ത് സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുകയാണ് വരന്തരപ്പള്ളി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ്. ലക്ഷങ്ങൾ ചിലവഴിച്ചു നിർമ്മിച്ച പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം കാട് കയറി നാശത്തിന്റെ വക്കിലാണ്. പുതുതായി നിർമ്മിച്ച വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസ് കെട്ടിടത്തിനാണ് ഈ ദുർവിധി. ആളനക്കമില്ലാത്ത കെട്ടിടത്തിൽ താമസം തെരുവ് നായ്ക്കളും ഇഴജന്തുക്കളും. 2 വർഷം മുൻപാണ് 1500 സ്ക്വയർ ഫീറ്റിൽ 44 ലക്ഷം രൂപ ചിലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം 90% പൂർത്തിയായ സമയത്താണ് സമീപവാസിയായ സ്വകാര്യ വ്യക്തി തന്റെ പുരയിടത്തിലേക്ക് വഴി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി സ്റ്റേ ചെയ്തതോടെ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം നിലച്ചു. ഇപ്പോൾ കെട്ടിടത്തിന് ചുറ്റും കാട് കയറിയ നിലയിലാണ്. തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമാണ് ഇപ്പോൾ ഇവിടം. കെട്ടിടത്തിനകത്തെ ഷെൽഫുകൾ ഉൾപ്പെടെ നശിച്ചു തുടങ്ങി. നിലവിൽ വർഷങ്ങളായി വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് സ്ഥലപരിമിതിയിൽ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 4 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. ഇടുങ്ങിയ മുറിയിൽ ഫയലുകൾ ഉൾപ്പെടെ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. വയോജനങ്ങൾക്കും അംഗപരിമിതർക്കും വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവർക്കും കയറി ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്നും ജീവനക്കാർക്ക് ശുചിമുറി സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നും പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. നിലവിലെ വില്ലേജ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് വരന്തരപ്പള്ളി പഞ്ചായത്ത് ബിൽഡിങ്ങിലാണ്. ഇവിടെ വയോജനങ്ങൾക്കും അതുപോലെ തന്നെ മുട്ടുവേദനയുള്ളവർക്കും അംഗപരിമിതർക്കും കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയാണ്. പുതിയതായിട്ട് പണിയുന്ന ബിൽഡിങ് 1500 സ്ക്വയർ ഫീറ്റിൽ 44 ലക്ഷത്തിൽ പണിയുന്ന ഈ ബിൽഡിങ് എത്രയും പെട്ടെന്ന് പണിത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് ആവശ്യം. എത്രയും വേഗം വില്ലേജ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ നടപടികൾ വേഗത്തിലാക്കണമെന്ന് MLA അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടും കോടതി ഇടപെടൽ വൈകുകയാണെന്ന് വിജിലൻസ് സമിതി അംഗം KK ചന്ദ്രൻ പറയുന്നു. നമ്മുടെ പുതുക്കാട് മണ്ഡലത്തിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പഴയ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് 2 നില കയറി വേണം പാവപ്പെട്ട ജനങ്ങൾക്ക് വില്ലേജ് ഓഫീസിലെത്താൻ. പലതവണ MLA ഇത് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടും പിന്നെ ഇപ്പോൾ ഞാൻ വിജിലൻസ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ഞാനും ഇപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടറെ ശ്രദ്ധയിൽ പെടുത്തുകയും കളക്ടറെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി വന്ന് പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ആദ്യ ആൾ കോടതിയിൽ പോയി, പിന്നെ വീണ്ടും ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുകയാണ്. ഒരു വ്യക്തി ആളുടെ പറമ്പിലേക്ക് പോകുന്നതിന് വഴി കിട്ടണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ഭരണാധികാരികൾ എല്ലാവരും ജില്ലാ പഞ്ചായത്തോ സംസ്ഥാന സർക്കാരോ എല്ലാവരും ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ചും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഈ കാര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ട ഈ പുതിയൊരു ബിൽഡിംഗ് പണിത് 85% പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പം അതിലുള്ള സാമഗ്രികൾ പോലും തുരുമ്പുടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 3 വർഷത്തോളമായി അത് പണി പൂർത്തീകരിച്ചിട്ട്. അപ്പോൾ എല്ലാ വ്യക്തിയുമായി സംസാരിക്കുകയോ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചതായാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പുതിയ കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറുന്നതോടെ കാര്യങ്ങൾ സ്മാർട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്തും
സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുകയാണ് വരന്തരപ്പള്ളി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ്. ആധുനിക സൗകര്യങ്ങളോടെ പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം പണി പൂർത്തിയായെങ്കിലും സമീപത്തെ സ്വകാര്യ വ്യക്തിയുമായുള്ള കോടതി വ്യവഹാരങ്ങളിൽപ്പെട്ട് ഓഫീസിന്റെ പ്രവർത്തനം അനിശ്ചിതമായി നീളുകയാണ്. കോടതി നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കി വില്ലേജ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെയും വില്ലേജ് ഓഫീസ് അധികൃതരുടെയും ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ക്രൊയേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൊട്ടിപ്പാൾ സ്വദേശിയിൽ നിന്ന് 3.5 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്ത പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടി ചിറങ്ങര സ്വദേശി മൂളിയം പറമ്പിൽ വീട്ടിൽ വൈശാഖാണ് അറസ്റ്റിലായത്. തൊട്ടിപ്പാൾ സ്വദേശി തുണ്ടിയിൽ വീട്ടിൽ രാഹുലാണ് തട്ടിപ്പിനിരയായത്. ക്രൊയേഷ്യയിൽ സൈറ്റ് സൂപ്പർവൈസറായി ജോലി നൽകാമെന്നും 1 ലക്ഷം ശമ്പളം ലഭിക്കുമെന്നും വിശ്വസിപ്പിച്ചാണ് പ്രതി പണം തട്ടിയെടുത്തത്. പല തവണകളായാണ് രാഹുൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തത്. ഇതിനിടെ വിസ അടിക്കുന്നതിനായി പാസ്പോർട്ടും വാങ്ങിച്ചിരുന്നു. 2 മാസത്തിനുള്ളിൽ വിസയും ടിക്കറ്റും വരുമെന്ന് പറഞ്ഞെങ്കിലും പാസ്പോർട്ട് മാത്രം അയച്ചു കൊടുക്കുകയായിരുന്നു. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ രാഹുൽ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണത്തിനിടെ മുങ്ങിയ വൈശാഖ് ആമ്പല്ലൂരിലെ ലോഡ്ജിൽ പൊളിച്ചു താമസിക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. കാസർഗോഡ് നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ 2019 വിദേശത്ത് ജോലിക്കായി വിസ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 5 ലക്ഷം തട്ടിയെടുത്ത കേസിലും ഇയാൾ പ്രതിയാണ്. പുതുക്കാട് പോലീസ് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിശ്വദീപ്തി തട്ടിപ്പ് കേസിൽ മാനേജറായ മുട്ടിത്തടി സ്വദേശിനി അറസ്റ്റിൽ. അറക്കൽ വീട്ടിൽ 39 വയസ്സുള്ള ജീവലതയെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വല്ലച്ചിറ സ്വദേശിയിൽ നിന്ന് 13,50,000 രൂപ, തലോർ സ്വദേശിയിൽ നിന്ന് 1 ലക്ഷം രൂപ, കോണത്തുകുന്ന് സ്വദേശിയിൽ നിന്ന് 15 ലക്ഷം രൂപ, ഇരിങ്ങാലക്കുട സ്വദേശിയിൽ നിന്ന് 5,50,000 രൂപ എന്നിങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വാങ്ങിയിരുന്നു. എന്നാൽ പണം വാങ്ങിയ ശേഷം പലിശയോ നിക്ഷേപമിട്ട പണമോ തിരികെ നൽകിയില്ലെന്നാണ് കേസ്. കോടതിയിൽ ഹാജരാക്കിയ ജീവലതയെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ CM ക്ലീറ്റസ്, പ്രസന്നകുമാർ, ASIമാരായ സുനിത ഷാബു, CPOമാരായ സിജു, ജോവിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനത്തിൽ തൃശൂരിന് 3ാം സ്ഥാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദേശീയ ക്ലീൻ കേരള കോൺക്ലേവ് വൃത്തി 2025-ൽ മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജില്ലകൾക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾ യഥാക്രമം 1, 2 സ്ഥാനങ്ങൾ നേടി. വിഷുവിശേഷങ്ങളുമായി കണി കാണും നേരം. വിഷുവിന്റെ വരവറിയിച്ച് കണിക്കൊന്ന പൂത്തു. സ്വർണഹാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പൂവുകളുമായി നാടും നഗരവും കൊന്നമരങ്ങൾ വർണ്ണമേളമൊരുക്കുന്നു. മേടപ്പുലരിക്ക് മുൻപേ വഴിയരികുകളിൽ സ്വർണ്ണ നിറമോടെ നറുമണം വിതറി കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. റോഡരികിൽ ഇല കാണാനില്ലാതെ മഞ്ഞയുടെ പ്രഭയിൽ സ്വർണ്ണവർണ്ണത്തിൽ നിറയെ പൂക്കുലകളുമായി നിൽക്കുന്ന കണിക്കൊന്ന നയന മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. മീനമാസത്തിന്റെ അവസാനത്തോടുകൂടി പൂക്കുന്ന കർണികാരം മേടത്തിൽ സൂര്യരാശിയെ വെല്ലുന്ന സുവർണ ശോഭയോടെ കേരളത്തിന്റെ യാഥാർത്ഥ്യത്തെ വിളിച്ചറിയിച്ചിരുന്നുവെന്നാണ് ഐതിഹ്യം. ഒരു കാലത്ത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം പുതുവർഷത്തിന്റെ വരവറിയിച്ചെത്തുന്ന വിരുന്നുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങിയായിരുന്നു ഓരോ വിഷുക്കാലത്തെയും വരവേറ്റിരുന്നത്. കണിക്കൊന്ന പൂവിട്ടത് കണ്ടാൽ മലയാളിയുടെ മനസ്സിൽ പൂത്തിരി കത്തും. വിഷുക്കണിയിലെ പ്രധാനിയാണ് കണിക്കൊന്ന. ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും നിറഞ്ഞ മലയാളിയുടെ ഒരു വർഷത്തെ നല്ല നാളുകളുടെ തുടക്കമാണ് ഓരോ വിഷു പുലരിയിലും ഒരുക്കുന്ന വിഷുക്കണി. ഇതിൽ മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കൊന്നപ്പൂവ്. മറ്റെല്ലാം ഉണ്ടെങ്കിലും കൊന്നപ്പൂവില്ലെങ്കിൽ മലയാളിക്ക് കണി പൂർത്തിയാവില്ലെന്നാണ് വിശ്വാസം. ഇത്തവണ മാർച്ച് ആദ്യവാരം മുതൽ കണിക്കൊന്ന പൂത്തു തുടങ്ങിയിരുന്നു.
അളഗപ്പ നഗർ പഞ്ചായത്ത് കുടുംബശ്രീ വിഷു വിപണനമേള ആമ്പല്ലൂരിൽ ആരംഭിച്ചു. പഞ്ചായത്ത് അംഗം പ്രിൻസൺ തയ്യാലക്കൽ ചന്ത ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ ഗിരിജ പ്രേമകുമാർ അധ്യക്ഷയായി. റോസ്ലി ഡേവിസ്, ശ്രീലത, ശ്രീദേവി എന്നിവർ പ്രസംഗിച്ചു. പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ചന്ത സംഘടിപ്പിച്ചിരുന്നത്. ഇവിടെ ആദ്യത്തെ ദിവസം തന്നെ നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഏറ്റവും മനോഹരമാക്കിയ കുടുംബശ്രീയെ പ്രത്യേകിച്ച് ചെയർപേഴ്സണായിട്ട് അംഗങ്ങളെ വിഷു വിപണനമേളയാണ് 10, 11, 12 തീയതികളിലാണ് വിപണനമേള നമ്മൾ നടത്തുന്നത്. വിഷുചന്ത ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനുവേണ്ടി ഉദ്ഘാടനത്തിനായി വന്നിട്ടുള്ള നമ്മുടെ മുൻ പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ, പിന്നെ നമ്മുടെ കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ പ്രേമകുമാർ. ചാലക്കുടി പേരാമ്പ്രയിലെ KMC യാർഡിൽ തീപിടുത്തം. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി നിർമ്മിച്ച മെറ്റീരിയൽ യാർഡിൽ ഉണ്ടായിരുന്ന ടാങ്കിനാണ് തീപിടിച്ചത്. 500 ലിറ്റർ ഫോം ഉപയോഗിച്ച് 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് അഗ്നിരക്ഷാസേന തീ അണച്ചത്. പേരാമ്പ്രയിലെ അപ്പോളോ ടയേഴ്സിന് പുറകുവശത്താണ് യാർഡ് സ്ഥിതി ചെയ്യുന്നത്. യാർഡിലെ പഴയ ബിറ്റുമിൻ സ്റ്റോറേജ് ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനിടെയാണ് തീപിടുത്തം ഉണ്ടായത്. വിവരമറിഞ്ഞ് ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നായി അഗ്നിരക്ഷാ സേനയുടെ 3 യൂണിറ്റ് എത്തി 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ അണച്ചത്. തീ പിടിച്ചത് ടാറിനായതിനാൽ 500 ലിറ്റർ ഫോം ഉപയോഗിച്ചാണ് തീ അണച്ചത്. കനത്ത പുക കാരണം രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. ചാലക്കുടി സ്റ്റേഷൻ ഓഫീസർ PG ദിലീപ് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T സന്തോഷ് കുമാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ആവശ്യമായ വെള്ളം അപ്പോളോ ടയർസ് കമ്പനിയിൽ നിന്നും ലഭിച്ചത് പ്രവർത്തനങ്ങൾക്ക് സഹായകമായി. പട്ടികവർഗത്തിൽ ഉൾപ്പെട്ട യുവാവിനെ വെട്ടി മാരകമായി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 4 വർഷവും 1 മാസവും കഠിന തടവും 40,500 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വെള്ളിക്കുളങ്ങര സ്വദേശി മൂഢ ജോയ് എന്ന ജോയിയെയാണ് പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് മേടംകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൊടിക്കൽ പൂരം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 5-ന് നട തുറക്കൽ, 5:30-ന് അഭിഷേകം, 6-ന് ഗണപതി ഹോമം, 8:30-ന് ഉഷപൂജ, രാവിലെ 9-ന് ശീവേലി എഴുന്നള്ളിപ്പ്, 9:30 മുതൽ 12 വരെ പഞ്ചാരിമേളം, ഉച്ചയ്ക്ക് 12-ന് പ്രസാദ ഊട്ട്, വൈകിട്ട് 4-ന് ശാസ്താക്ഷേത്രത്തിൽ നിന്ന് പഞ്ചാരിമേളത്തോടെ എഴുന്നള്ളിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിപ്പ്, 6:45-ന് ദീപാരാധന, 7-ന് നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും, രാത്രി 10:30-ന് പൂരമെഴുന്നള്ളിപ്പ് എന്നിവയാണ് ചടങ്ങുകൾ. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് വായനശാലയുടെ സഹകരണത്തോടെ ചെസ് കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് കുതിപ്പ്. കേരളത്തിൽ സ്വർണം ഗ്രാമിന് 270 രൂപ വർദ്ധിച്ച് 8,560 രൂപയും പവന് 2,160 രൂപ വർദ്ധിച്ച് 68,480 രൂപയുമായി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 74,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധം സ്വർണ്ണവില കുതിപ്പിന് കളമൊരുക്കി. അന്താരാഷ്ട്ര സ്വർണ്ണവില ഒറ്റ ദിവസം ചരിത്രത്തിൽ ആദ്യമായി $100 അധികമാണ് വർദ്ധിച്ചത്. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,126 രൂപയുടെ വിനിമയ നിരക്ക് 86.23 ഇന്നലെയും സ്വർണ്ണവിലയിൽ വർധനവുണ്ടായിരുന്നു. ബുധനാഴ്ച കേരളത്തിൽ 520 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 2 ദിവസം കൊണ്ട് സ്വർണത്തിന് വർദ്ധിച്ചത് 2,650 രൂപയാണ്. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,560 രൂപ, പവന് 68,480 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് UDF-ന്റെ മാർച്ച്. പാലേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തൽ പ്രായോഗികമല്ലെന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടി വരന്തരപ്പള്ളി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ്. ലക്ഷങ്ങൾ ചിലവഴിച്ചു നിർമ്മിച്ച പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം കാടുകയറി നാശത്തിന്റെ വക്കിൽ. ചാലക്കുടി പേരാമ്പ്രയിലെ KMC യാർഡിൽ തീപിടുത്തം. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി നിർമ്മിച്ച മെറ്റീരിയൽ യാർഡിലുണ്ടായിരുന്ന ടാങ്കിനാണ് തീപിടിച്ചത്.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് കുതിപ്പ്. പവന് 2160 രൂപ വർദ്ധിച്ച് 68,480 രൂപയായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.